നമസ്കാരം, ടെക് ഡ്രാഗൺസിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് റോബർട്ട് ബോഷിൻ്റെ ഒരു പവർ ഹാൻഡ് ടൂൾ കിറ്റാണ്. ഈ റോബർട്ട് ബോഷ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. അപ്പോൾ റോബർട്ട് ബോഷാണ് നമ്മളുടെ വാഹനങ്ങളിലൊക്കെ പിന്നെ ABS, സാങ്കേതികവിദ്യ, വൈപ്പർ, അങ്ങനെയുള്ള സാങ്കേതികവിദ്യ വൈപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് സ്പെയർ പാർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജർമ്മൻ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് റോബർട്ട് ബോഷ്. അപ്പോൾ ഇവരുടെ ഒരു ഹാൻഡ് ടൂൾ കിറ്റ്, അതായത് നമ്മൾ വീട്ടാവശ്യത്തിനും മറ്റ് അത്യാവശ്യം DIY ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ അടങ്ങിയ ഒരു കിറ്റ് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത റോബർട്ട് ബോഷിൻ്റെ GSB 10RE എന്ന് പറയുന്ന ഒരു മോഡൽ. ഇതൊരു ഹോം പർപ്പസിന് വേണ്ടിയിട്ട്, വലിയ പ്രൊഫഷണൽ അല്ല, വലിയ താഴെയല്ല, എന്നാൽ ഒരു നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, വീട്ടിലത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങൾ അടങ്ങിയ ഒരു കിറ്റാണ് ഈ ബോക്സിൽ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ നീറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിറ്റാണിത്. ബോക്സ് തന്നെ നല്ല ടഫാണ്, പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. ഇത് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനും മറ്റു കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാനും ഒക്കെ ഈ ബോക്സ് അനുയോജ്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് ലോക്ക് പോലെ, രണ്ട് റെഡ് കളറിലെ ഒരു ക്ലിപ്പ് പോലെയുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തുറന്നു കഴിയുമ്പോൾ ആ കിറ്റ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നത് പോലെ തന്നെ ഈ കിറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ വിവരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിൻലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഈ ഒരു ഹോം ഡ്രില്ലർ, അതായത് ഒരു ഡ്രില്ലറുണ്ട്. നമുക്ക് ഈ ചെറിയ ഡ്രില്ല് ചെയ്ത് ഓരോ ആണിയോ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ തറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഡ്രില്ലർ എന്ന് പറഞ്ഞ ബോഷിൻ്റെ ഒരു ഡ്രില്ലർ ഉപകരണമുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു ചുറ്റിയ ഉണ്ട്, ബോഷിൻ്റെ ഒരു ചുറ്റിയ ഉണ്ട്. പിന്നെ ഒരു പ്ലയർ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ റഞ്ച് ഉണ്ട്. പിന്നെ ഒരു സ്പിരിറ്റ് ലെവലുണ്ട്. അപ്പോൾ ഈ സ്പിരിറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു അളവിന് നമ്മളൊരു ഭിത്തിയിൽ എടുത്ത് വെച്ച് അത് പ്രോപ്പറായിട്ട് ആ അളവിനനുസരിച്ച് ആ സ്പിരിറ്റിൻ്റെ ലെവൽ നോക്കി ആ കറക്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ആണികളൊക്കെ തറച്ച് നമുക്ക് വേണ്ട ഫോട്ടോ ഫ്രെയിംസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തൂക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു 8 അളവിലുള്ള ബോൾട്ടും നട്ടും അഴിക്കാനുള്ള കണക്റ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഈ ഡ്രില്ലറിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുറുക്കാനും, നട്ടും ബോൾട്ടും മുറുക്കാനും അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വരിയായിട്ട് കുറേ ആണികൾ പോലെ തോന്നിക്കുന്ന കുറേ കാര്യങ്ങൾ കാണാം. ഇതൊക്കെ ഡ്രിൽ ബിറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡ്രില്ലർ മെഷീനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ഡ്രിൽ ബിറ്റ്സ് ആണത്. അപ്പോൾ ഇത് ബ്ലാക്ക് ഉണ്ട്, ഇത് സിൽവർ ഉണ്ട്, ഇതിനകത്ത് വേറൊരു ഇത് ഒരു അലോയിയാണ്. അപ്പോൾ അങ്ങനെ 3 മെറ്റീരിയൽസിലാണ്. അപ്പോൾ ഇതൊരു അലൂമിനിയം, അതുപോലെ തന്നെ ഇത് ഒരു അലോയിയാണ്. അങ്ങനെ അത് എന്തിനാണ് 3 മെറ്റീരിയൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തടിയിലും, ഒന്ന് നോർമൽ കോൺക്രീറ്റ് ഇതിനകത്തും, പിന്നെ ഒന്ന് നമ്മൾ മെറ്റലുകൾ, ഇരുമ്പ് സാധനങ്ങളിലൊക്കെ തുള ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇവിടെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല അളവിലുള്ള സ്ക്രൂ ഡ്രൈവറിൻ്റെ അളവുകളിലുള്ള ബിറ്റ്സ് കാണാം. അപ്പോൾ PH1 എന്ന് പറഞ്ഞ അളവ്, PH2, PZ1, അങ്ങനെ നമ്മൾ പല അളവിൽ, ഇതിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം, ഇതിൽ ഈ ഡ്രില്ലറിൽ കണക്ട് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ SG എന്ന് പറഞ്ഞൊരു ചെറിയ അളവ് നിങ്ങൾക്കിത് കാണാം, ഇതുപോലെയുള്ള ഒരു അളവ്. ഇതൊരു ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു ചെറിയ അളവാണ്. ഇത് വെച്ച് നമുക്ക് മുറുക്കാനും തിരിക്കാനും ഒക്കെ നമ്മൾ ഈ ഡ്രില്ലറിൽ ഘടിപ്പിച്ചതിന് ശേഷമാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഘടിപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്കൊരു കണക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രില്ലറിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഈ ഉപകരണങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ച ഈ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ ഈ ഹോൾഡറിനകത്ത് മാഗ്നറ്റാണുള്ളത് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ വേണ്ട രീതിയിൽ അളവിലുള്ള ഈ ഉപകരണം എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ അത് പോവില്ല, അത് കാന്തശക്തിയുള്ളതാണ്. അതിനുശേഷം നമ്മളിത് ഈ ഡ്രില്ലർ എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾക്ക് അവരൊരു ടൂൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്രൂ പോലുള്ള ഒരു ടൂള്. എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നറിയില്ല. അങ്ങനെ ഒരു ടൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നോബുണ്ട് ഇവിടെ, ഈ നോബ് നമുക്ക് തിരിക്കാനും, ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കണക്ടറിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്കിത് കാണാം. അപ്പോൾ അവിടെ ഒരു
ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ഓപ്പണായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഹോൾഡറിൽ വെച്ചിരിക്കുന്ന ഈ സാധനം വേണ്ട അളവില്ല. അപ്പോൾ അത് മൊത്തമായിട്ട് തുറന്നിട്ടില്ല. നമ്മൾ അതിലേക്ക് ഘടിപ്പിച്ച് നമ്മളിത് തിരിച്ച് ക്ലോക്ക് വൈസിൽ ഇതാവുമ്പോഴത്തേക്ക് ഇത് മുറുകിയിരിക്കും. അപ്പോൾ നമ്മളത് ഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഘടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമുക്ക് വേണ്ട പ്രതലങ്ങളിൽ നമുക്ക് വേണ്ട സ്ക്രൂസ് തറയ്ക്കാനും അതുപോലെ തന്നെ തറച്ചു വെച്ചിരിക്കുന്ന സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ തറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർവേഡ് ഇവിടെ ഒരു റെഡ് ബട്ടൺ നിങ്ങൾ കാണുന്നില്ല, ഈ ഡ്രില്ലിംഗ് ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ഇത് മുന്നോട്ടുള്ള ദിശയിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആണികൾ അതിലേക്ക് തറയപ്പെടുകയും അല്ലെങ്കിൽ സ്ക്രൂസ് അതിലേക്ക് തറയപ്പെടുകയും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അതിന് റിവേഴ്സായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തറച്ച ആണികൾ ഊരിയെടുക്കാനും പറ്റും. ബട്ടൺ പ്രസ് ചെയ്യുക, ഈ ട്രിഗർ ബട്ടൺ ഉണ്ടല്ലോ, ഈ ട്രിഗർ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ആക്ഷനിലേക്ക് വരും. ഞാൻ നിങ്ങൾക്ക് അതൊരു എക്സാമ്പിളായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഓക്കെ. അപ്പോൾ ഞാനിത് പവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഫോർവേഡ് വെളിയിലേക്ക് തള്ളിയിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ റിവേഴ്സ് ബട്ടൺ ആണ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഈ സൈഡിൽ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ റൊട്ടേറ്റർ റിവേഴ്സ് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുറുകയല്ല ചെയ്യുന്നത്. നമ്മൾ അകത്തേക്ക് തറച്ച സ്ക്രൂകൾ തിരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ഇത് ഫോർവേഡ് പ്രസ് ചെയ്തു. ഇപ്പോൾ ഫോർവേഡേക്ക് പ്രസ് ചെയ്തു. അപ്പോൾ നോക്കുക അതിൻ്റെ റൊട്ടേഷൻ ഉണ്ടോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പ്രസ് ചെയ്ത് ഒരു സ്ക്രൂ അകത്തേക്ക് കയറ്റാനും അതുപോലെ തന്നെ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു സ്ക്രൂ തിരികെ ഇങ്ങോട്ടേക്ക്. ഇതിപ്പോൾ സെൻറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ലോക്കായി. അതാണ് അതിൻ്റെ വേറൊരു ഫംഗ്ഷൻ. ഇത് നടുക്കേത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ ഈ ട്രിഗർ പ്രസ് ചെയ്താൽ പോലും ആവത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ആവും. അതൊരു സേഫ്റ്റി ഫീച്ചറാണ് ഇതിൻ്റെത്. അപ്പോൾ നമ്മൾ പിന്നെ ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഫോർവേഡേക്കും പോവും. അതുപോലെ ഫുൾ പ്രസ് ചെയ്ത് അപ്പുറത്തേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സും പോവും. ഇതാണ് ഈ ഒരു ഡ്രില്ലറിൻ്റെ ഒരു സവിശേഷത. പിന്നെ ഇത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംഭവിക്കും. പിന്നെ അങ്ങനെ ഈ ഒരു ബ്ലാക്ക് ബട്ടൺ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള രീതിയിൽ അളവിനനുസരിച്ച് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. പിന്നെ ഇതുപോലെ തന്നെ ഈ ബാക്കി കാണുന്ന ഒരുപാട് കണക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കണക്റ്റേഴ്സിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഘടിപ്പിക്കാവുന്നതാണ്. ഇനി ഞാൻ ഒരു ഡ്രിൽ ബിറ്റ് കണക്ട് ചെയ്ത് കാണിക്കാം. എങ്ങനെയാണ് ഒരു ഡ്രിൽ ബിറ്റ് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ആ സെയിം പ്രോസസ്സ് തന്നെ. നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റഞ്ച് പോലത്തെ സാധനം വെച്ച് അത് റിമൂവ് ചെയ്യുക. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ലൂസാവും. നമുക്ക് ഈ ഹോൾഡർ എടുക്കാം. ഈ ഹോൾഡർ വെച്ചതിന് ശേഷം ഇതിലേക്ക്. അപ്പോൾ ഇനി ഈ ഡ്രിൽ ബിറ്റ്സ് ഇതിനകത്തിപ്പോൾ ഒരു ഡ്രിൽ ബിറ്റ് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഒരു അളവിലുള്ള നമുക്ക് വേണ്ട അളവിലുള്ള ഡ്രിൽ ബിറ്റ് എടുക്കുക. ഇപ്പോൾ ഡ്രിൽ ബിറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഹോൾഡർ വേണമെന്നില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഡ്രിൽ ബിറ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. അകത്തേക്ക് വെക്കുക. അതിനുശേഷം നമ്മളിത് തിരിച്ച് മുറുക്കുക. അളവ് നോക്കുക. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വെളിയിലോട്ട് വന്നു. പ്രസ് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ കണക്ടർ വെളിയിലേക്ക് വരുന്നത് നിങ്ങൾക്കിപ്പോൾ വിസിബിളാണ്. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ കണക്റ്റ് ആകുമ്പോൾ ഇതാക്കുക. അപ്പോൾ നമ്മൾ ഈ ഡ്രിൽ ബിറ്റ് വെക്കേണ്ട അകത്തേക്ക് വെക്കുക. അതിനുശേഷം വീണ്ടും അത് നന്നായിട്ട് മുറുക്കുക. നല്ല രീതിയിൽ മുറുക്കുക. അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് അത് തെറിച്ച് വെളിയിൽ വരാനോ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മുറുക്കുക. നന്നായിട്ട് മുറുക്കി ഉറപ്പ് വരുത്തുക. അത് ഉറച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തുക. ഒന്നുകൂടെ മുറിച്ചിട്ട് ഇത് റിമൂവ് ചെയ്യുക. അപ്പോൾ നോക്കുക ഇത് നല്ല രീതിയിൽ ഉറച്ചിരിക്കുക. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു ഭിത്തിയിലോ
ഇതിപ്പോൾ സ്റ്റെയിൻലെസ്, ഇത് അലുമിനിയമാണ്. ഇതിപ്പോൾ നമുക്ക് ഭിത്തിയിൽ തുളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ 3 തരത്തിലുള്ള ഡ്രിൽ ബിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. തടിയിൽ തുളയ്ക്കാൻ, അതുപോലെ തന്നെ പിന്നെ കോൺക്രീറ്റ് ഭിത്തികളിൽ തുറയ്ക്കാൻ, അതുപോലെ തന്നെ മെറ്റൽ പാർട്ടുകൾ തുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ കോൺക്രീറ്റ് പാർട്ടിൽ തുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ഡ്രിൽ ബിറ്റ്സ് ഉപയോഗിക്കുന്നത്. ബാക്കി രണ്ടും പിന്നെ മെറ്റലിലും, പിന്നെ അലോയി മെറ്റലിലും, മറ്റേത് നമ്മുടെ തടി തുളയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇത് ലോക്കിലാണ്. ഞാനത് ലോക്ക് മാറ്റുകയാണ്. ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ അത് ഫോർവേഡ്, ഇത് റിവേഴ്സ് ഡ്രില്ലിങ്ങിൽ അങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാം. റിവേഴ്സ് അടിച്ച് പൊടിയൊക്കെ കളയാൻ, ഡ്രിൽ ചെയ്ത പൊടികളൊക്കെ കളയാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും അത് ലോക്കിലിട്ടിരിക്കുകയാണ്. വീണ്ടും ഫോർവേഡ്, വീണ്ടും ലോക്ക്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, 2 ഇത് കാണാം. ഒന്ന് ഡയറക്റ്റ് ഡ്രില്ലിങ്ങിൻ്റെ പോലത്തെ ഒരു സിഗ്നേച്ചറും, പിന്നെ ഇപ്പുറത്ത് നമുക്കൊരു ബ്ലോക്ക് പോലെ വന്നിട്ട് അതിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നത്. അത് തടി തുളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്പീഡിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് ആ ഒരു നോബ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക് ഞാൻ മാറ്റി ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസമായ രീതിയിൽ മാത്രമേ ആ മോട്ടർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകമായൊരു സ്പീഡ് കാണും. അങ്ങനെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ ഡ്രില്ലറിൻ്റെ ഫങ്ഷൻസ്. പിന്നീട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മെഷറിംഗ് ടേപ്പ്. അവരതിനകത്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്. ഇപ്പോൾ ലോക്കാണ്. എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മെഷറിംഗ് ടേപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ അതും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ളത് ഒരു യൂട്ടിലിറ്റി നൈഫുണ്ട്. ഈ യൂട്ടിലിറ്റി നൈഫ് നമുക്ക് എന്തെങ്കിലും സ്ട്രിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുറിക്കാനോ, നമ്മുടെ വർക്കിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ മുറിക്കാനോ ഒക്കെ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ GSB 10 RE റോബർട്ട് ബോഷിൻ്റെ ഈ ഒരു പവർ ടൂൾ ഹാൻഡ് ടൂൾ കിറ്റിനകത്ത് ഉള്ളത്. ഇത് വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഹാൻഡ് ടൂൾ കിറ്റ് തന്നെയാണ്. അതും 2000 രൂപയ്ക്ക് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു വളരെ നല്ലൊരു ഡീലാണ്. നമുക്ക് അത്യാവശ്യം മറ്റൊരാളുടെ സഹായമില്ലാതെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ടാപ്പിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ വീട്ടിൽ പൈപ്പിൻ്റെ ബാത്റൂമിൽ എന്തെങ്കിലും പൈപ്പിൻ്റെ ലീക്കേജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യങ്ങൾ ശരിയാക്കാനും മറ്റൊരാളെ പെട്ടെന്ന് വിളിച്ചിട്ട് അവർ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനും ഒന്നും നോക്കേണ്ട കാര്യങ്ങൾ ഈ ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കില്ല. ഒരു പരിധിവരെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി. ഈ സാധനത്തിനെ കുറിച്ചുള്ള, ഈ ഒരു ഉപകരണത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉപകാരമായിരിക്കും, കൂടുതൽ പ്രചോദനമായിരിക്കും നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ. താങ്ക് യു വൺസ് അഗൈൻ.